അമേരിക്ക വാൺ ചെയ്തിരിക്കുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ഈ ഷിയ ലീഡർ ഇറാനിൽ നിന്നും പോകുന്നില്ല എങ്കിൽ ഈ അലി ഖമൈനിയെ തട്ടും. കാരണം അവിടുത്തെ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്താൻ പറ്റാത്ത രീതിയിലായി. ആ രാജ്യം മുഴുവനും പ്രക്ഷോഭമായി. അതിനേക്കാളുപരി പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ തുടങ്ങി. IRGCയുടെ പല പട്ടാളക്കാരും ഈ ഗവൺമെന്റ് പറയുന്ന പോലെ, അതേപോലെ ഷിയ ഭരണകൂടം പറയുന്ന പോലെ, പ്രത്യേകിച്ച് അലി ഖമൈനിയുടെ ആൾക്കാർ പറയുന്ന പോലെ റിയാക്ട് ചെയ്യുന്നില്ല. പോലീസിനാണ് കൺട്രോൾ. കാരണം പട്ടാളം പല രീതിയിലും ഇവരോട് ഉടക്കി നിൽക്കുകയാണ്. അതായത് IRGCക്കകത്ത് പെർഫെക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ഉണ്ടായി. കാരണം ഒരു രാജ്യം സാമ്പത്തികമായിട്ട് താറുമാറായി നാശമായി. ഇതാണ് എൻ്റെ കാര്യം. അവസാനം എന്താണ്? ഇന്നലെ അലി ഖമൈനിയും ഈ പ്രതിഷേധക്കാരെ വിളിച്ചു വരുത്തി ആദ്യമായിട്ട് ഡിസ്കഷൻ നടത്തി. അതൊക്കെ ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിഷേധക്കാരോട് അവിടുത്തെ ആധ്യാത്മിക നേതാവ് വിളിച്ചു വരുത്തി ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഓഫർ ചെയ്തു ഓരോ ആൾക്കാർക്കും 5 പൗണ്ട്, ഏകദേശം 1500 ഇന്ത്യൻ കറൻസി വെച്ച് കൊടുക്കാം, അവർ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറാൻ. മനസ്സിലാക്കുക, ഇറാനിയൻ ഭരണകൂടം വളരെ സീനിയർ ആയിട്ടുള്ള പല പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്തു, പല ആൾക്കാരെയും ജയിലിലടച്ചു. വലിയ താണ്ഡവം ആടിയിട്ടൊന്നും ഇത് നിൽക്കുന്നില്ല. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ ഇസ്രായേൽ ഇറാൻ വാർ നടന്നു കഴിഞ്ഞപ്പോൾ, അതിന് മുമ്പ് തൊട്ടു മുമ്പ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ മിലിറ്റൻസിനെ ഇസ്രായേൽ എങ്ങനെയാണ് തവിട് പൊടിയാക്കിയത്, അന്ന് മുതൽ ഞാൻ കൗണ്ട് ചെയ്തു ഇറാന്റെ പതനം തുടങ്ങാറായി. എൻ്റെ കാര്യം എന്താ? ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഏകദേശം 100 ബില്യൺ വരുന്ന പണം, ഈ ഓയിലിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ബിൽഡപ്പ് ചെയ്തതാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു പ്രോക്സി. 100 ബില്യൺ ആലോചിച്ച് നോക്കുക. അതേപോലെ അത്രയും പണം, അതിനേക്കാളും കൂടുതൽ പണം, അത്ര ഇല്ല, അതിനേക്കാളും അത്ര തന്നെ വരുന്ന പണം കൊടുത്ത് ബിൽഡപ്പ് ചെയ്താണ് ഹൂത്തീസ്, യമനിലുള്ളവർ. അത് ഷിയ ബേസ്ഡ് ആണ്. അതേപോലെ തന്നെ ഹമാസ്, അത് സുന്നിയാണ്. ഇറാഖിന്റെ പല ഭാഗത്തും ജോർദാന്റെ ഭാഗത്തുമുള്ള ഷിയ മറ്റു മിലിറ്റന്റ് ഗ്രൂപ്പുകൾ. അപ്പം ഇവർക്ക് ഇത്രയും പണം കൊടുത്ത് അവരെ ബിൽഡപ്പ് ചെയ്ത് അവരുടെ ഫ്രണ്ട് ലൈനായിട്ട്, അതായത് മിഡിൽ ഈസ്റ്റ്, ഇപ്പോൾ സൗദി ആണെങ്കിൽ UAE ആണെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ഇവരായിരിക്കും മുമ്പിൽ നിൽക്കുക. പക്ഷെ ഇവരുടെ പ്രോപ്പർ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലായിരുന്നു.